അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ജീവിതത്തിൻ്റെ മാർഗദർശിയായ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ വിശുദ്ധ ഗ്രന്ഥമാണ് ഖുർആൻ. ഈ ഗ്രന്ഥത്തിലൂടെ സൃഷ്ടാവ് തൻ്റെ സൃഷ്ടികളോട് നേരിട്ട് സംസാരിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ ദിവ്യവചനങ്ങൾ പിന്നീട് മുസ്ഹഫായി ക്രോഡീകരിക്കപ്പെടുകയും ലോകമെമ്പാടും നിരന്തരം പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥമായി മാറുകയും ചെയ്തു. ഖുർആനിൻ്റെ അമാനുഷികത, അതിൻ്റെ സൗന്ദര്യം, ഓരോ അക്ഷരത്തിലെയും അത്ഭുതങ്ങൾ എന്നിവ ഇന്നും ലോകമെങ്ങും ചർച്ചാവിഷയമാണ്. അന്ത്യനാൾ വരെ ഈ പ്രക്രിയ തുടരുക തന്നെ ചെയ്യും. ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടതിനു പുറമെ ഈ വിശുദ്ധ ഗ്രന്ഥം നിരന്തരം പാരായണം ചെയ്യാനും അല്ലാഹുവിൻ്റെ കൽപ്പനയുണ്ട്. വിശുദ്ധ ഖുർആൻ പാരായണത്തിന് ഒട്ടനവധി മഹത്വങ്ങളും ശ്രേഷ്ഠതകളുമുണ്ട്. ജനങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. തസ്ബീഹ്, തഹ്ലീൽ, മറ്റു ദിക്റുകൾ എന്നിവ ചൊല്ലുന്നതിനേക്കാൾ മഹത്വം ഖുർആൻ പാരായണത്തിനാണെന്ന് പ്രമുഖ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അല്ലാഹുവിൻ്റെ വാക്താക്കൾ എന്ന പ്രത്യേക പദവി ഖുർആനുമായി ബന്ധപ്പെടുന്നവർക്കാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നു, ആരെങ്കിലും അല്ലാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു അക്ഷരം പാരായണം ചെയ്താൽ അവന് ഒരു നന്മ ലഭിക്കും. ഓരോ നന്മയും 10 ഇരട്ടിയാണ്. ഞാൻ പറയുന്നില്ല അലിഫ് ലാം മീം ഒരു അക്ഷരമാണെന്ന്, മറിച്ച് അലിഫ് ഒരു അക്ഷരം, ലാം രണ്ടാമത്തെ അക്ഷരം, മീം മൂന്നാമത്തെ അക്ഷരമാണ്. അതുപോലെ ബിസ്മില്ലാഹി ഒരു തവണ പൂർണ്ണമായി പാരായണം ചെയ്താൽ 190 നന്മകൾ അല്ലാഹു രേഖപ്പെടുത്തും. ഖുർആൻ നോക്കുന്നത് പുണ്യകരവും പാപമോചനത്തിന് കാരണവും ബുദ്ധിപരവും ആത്മീയവുമായ ഉന്നതിക്ക് മാർഗവുമാണ്. ഇത് ശാരീരിക രോഗങ്ങളിൽ നിന്ന് കവചവും തലച്ചോറിനും ആത്മാവിനും പോഷണവും ഇരുലോക വിജയം സുരക്ഷിതമാക്കാനുള്ള മാർഗവുമാണ്. ഖുർആനിലേക്കുള്ള നോട്ടത്തിന് പകരം മറ്റൊരു മരുന്ന് എനിക്കറിയില്ല എന്ന് മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്. ഖുർആനോദാതെ ഒരു ദിവസം കടന്നുപോകുന്നത് സ്വഹാബത്തിനെ വെറുപ്പുളവാക്കുന്നതായിരുന്നുവെന്ന് ഇമാം ഖസ്സാലി റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ പാരായണം ഇരുലോക ജീവിതത്തെയും പ്രകാശപൂരിതമാക്കും. മുൻകാലത്ത് നടന്ന ഒരു സംഭവം പങ്കുവയ്ക്കാം. ഒരു സ്ത്രീ മരണപ്പെട്ട് ഖബറടക്കം ചെയ്ത ശേഷം അവരുടെ ഉറ്റവരും ഉടയവരും അന്തിമകർമ്മങ്ങൾ കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഖബറിൽ നിന്ന് എന്തോ ശബ്ദം കേട്ടതുപോലെ തോന്നി. ഈ ദുരൂഹത ഒഴിവാക്കാൻ ഖബറിലെ മൂടുകല്ല് നീക്കിയപ്പോൾ പ്രസന്നമായ മുഖത്തോടെ കിടക്കുന്ന ആ സ്ത്രീയുടെ ചുറ്റും സൂര്യനെപ്പോലെ ജ്വലിക്കുന്ന പ്രകാശം കണ്ടു. ഉടൻ തന്നെ ഖബർ മൂടുകയും ചെയ്തു. പിന്നീട് ആളുകൾ അവളുടെ ജീവിത മഹത്വം അന്വേഷിച്ചപ്പോൾ അവൾ ഖുർആൻ പാരായണം ചെയ്യാതെ ഒരു ദിവസം പോലും കഴിച്ചുകൂട്ടിയിട്ടില്ലെന്നും സൂറത്തുൽ മുൽക്ക് പതിവായി ഓതിയിരുന്നുവെന്നും മനസ്സിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും സൂറത്തു തബാറക്ക്, സൂറത്തുൽ മുൽക്ക് ഓതിയാൽ ഖബറിലെ ഇരുട്ടിൽ ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയിൽ അത് വെളിച്ചമേകി കാവൽ നിൽക്കും. മാത്രമല്ല ഖബറിലെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവനെ അത് രക്ഷിക്കും. ഓ മുസ്ലിമേ, നാം എല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും. ഈ ക്ഷണികമായ ദുനിയാവിൽ മണിക്കൂറുകളോളം ഫേസ്ബുക്കിലും വാട്സാപ്പിലും യൂട്യൂബിലും ചെലവഴിക്കുന്ന നാം ഇത്രയും മഹത്വമുള്ള സൂറത്ത് ഓതാൻ വേണ്ടത് വെറും മിനിറ്റുകൾ മാത്രമാണ്. നമ്മുടെ ഖബർ വെളിച്ചമാകാൻ ദിവസവും ഈ ചെറിയ മിനിറ്റുകൾ മാറ്റിവെക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഈ വീഡിയോ നിന്നിലേക്കെത്തിക്കാൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആയോടും വസിയത്തോടും കൂടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.